തൊടുപുഴ ചുങ്കത്ത് നടന്ന സംഭവം നമ്മളെല്ലാവരും അറിഞ്ഞ കാര്യമാണ്. ആദ്യമൊന്നും മാധ്യമ പ്രവർത്തകർ അങ്ങനെയൊന്നും വാർത്തയാക്കി എടുത്തില്ല. കുറച്ചൊക്കെ വാർത്തയാക്കി എടുത്തെങ്കിലും പിന്നെ പെട്ടെന്ന് തന്നെ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. അതെങ്ങനെ വാർത്ത കൊടുക്കണ്ട എന്നുള്ള ഒരിത് വന്ന് കാണും. അതുകൊണ്ട് പേടിച്ചിട്ടായിരിക്കും ഈ മാധ്യമ പ്രവർത്തകർ ആദ്യം വാർത്ത കൊടുക്കാത്തത്. ഷൈനിയും 2 മക്കളും, 2 മാലാഖ പോലത്തെ 2 മക്കളും, 2 പെൺമക്കളും ട്രെയിനിന് മുന്നിൽ, കോട്ടയത്ത് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു. മാനസികമായിട്ട് ഭയങ്കരമായ പീഡനം ആ വീട്ടിൽ ഷൈനി അനുഭവിച്ച് കഴിവിൻ്റെ പരമാവധി അങ്ങേയറ്റം സഹിക്കാവുന്നതിലും അപ്പുറം സഹിച്ച് ആ വീട്ടിൽ നിന്നു. 3 മക്കളാണ്. അതിൽ മൂത്ത മോൻ നോബിയുടെ കൂടെയാണ്. നോബി എന്ന് പറഞ്ഞാൽ ഷൈനിയുടെ ഭർത്താവ്. അയാൾ നേവിയിൽ ഉദ്യോഗസ്ഥനാണ്, അങ്ങനെ എന്തൊക്കെയാണെന്നാണ് പറയണത്. അങ്ങനെ അയാൾ 3 മാസം കൂടി നാട്ടിൽ വരും. ഷൈനിയെ ഭയങ്കരമായിട്ട് ക്രൂരമായിട്ടുള്ള മർദ്ദനം, മദ്യപാനം, ഭയങ്കരമായ മദ്യപാനം, പിന്നെ അവനെന്ന് വേണം വിളിക്കാൻ. അവൻ വീട്ടിൽ ക്ഷണിച്ച് കൊണ്ടുവരും. വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിനൊത്ത് ആ കൂട്ടുകാർക്ക് അതിനൊത്ത് നിന്നോളണം ഈ ഷൈനി എന്ന് പറയുന്ന പെൺകുട്ടി. അവന്മാരെ സൽക്കരിക്കാനും അതൊക്കെ വീട്ടുജോലികൾ ഇഷ്ടം പോലെ. അമ്മാവിയമ്മേരെ പോര് ഒരറ്റത്ത്. അവർ ഭയങ്കര ക്രൂരമായിട്ടുള്ള പീഡനമെന്ന് പറയാം. അവരും അങ്ങനെയായിരുന്നു. ആ തള്ളയെന്ന് വേണം പറയാൻ, അല്ലാതെ പിന്നെ എന്ത് പറയാൻ. ഒരു ജോലിക്കാരി അങ്ങനെയാണ്. വീട്ടിലെ വേലക്കാരിയെ പോലും ഇത്രയ്ക്കും ജോലി ചെയ്യിക്കില്ല. ആ കണക്കിന് ആ കുട്ടിയെ ഒന്ന് ഇരിക്കാനോ നിൽക്കാനോ സമ്മതിക്കാതെ എപ്പോഴും പണിയെടുക്കണം. എപ്പോഴും പണിയെടുത്തില്ലെങ്കിൽ അമ്മാവിയമ്മേരെ പീഡനം. ഇങ്ങനത്തെ അമ്മാവിയമ്മമാരും ഒരു വല്ലാത്ത അത്ഭുതം തന്നെ. എന്തായാലും കോഴിയെ വളർത്തലുണ്ടായിരുന്നു, അതുപോലെ മീൻ കൃഷി, പിന്നെ ആട്ടിനെ വളർത്തക്കം, ഇതെല്ലാം ഈ ഷൈനി എല്ലാ ജോലികളും ചെയ്യും. ചെയ്തില്ലെങ്കിൽ ഭയങ്കരമായ കുറ്റം, അതിനെ ഉപദ്രവിക്കും. അത് പേടിച്ചിട്ട് ഇതെല്ലാ ജോലിയും ചെയ്യും. ഒരു കോഴി ചത്തു കഴിഞ്ഞാൽ ആ കോഴിയെ അമ്മാവിയമ്മയും അവിടെ ഒരു പള്ളിയിലച്ഛനെന്നും പറഞ്ഞുകൊണ്ട് ഒരുത്തൻ വരും. പള്ളിയിലച്ഛനെന്ന് പറയണത് ബന്ധുവാണെന്ന് പറയും. അയാൾ മാനസികമായിട്ടാണ് പീഡിപ്പിച്ചത്. ഒരു കോഴി ചത്തു കഴിഞ്ഞാൽ ആ കോഴിയെ കൊണ്ട് പോകും. എവിടെയാണ്? പോസ്റ്റ്മോർട്ടം നടത്താൻ. ഒരു മീൻ വളർത്തണ ഒരു മീൻ ചത്തു കഴിഞ്ഞാൽ അതിനെയും കൊണ്ട് പോകും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ. എന്തിനാണ് പോസ്റ്റ്മോർട്ടം ചെയ്യണം? ഷൈനിയുടെ മണ്ടയ്ക്ക് വെക്കാൻ. ഷൈനിയാണ് കൊന്നത് എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം 9-11 മാസമായി അവർ ഭർത്താവിൻ്റെ അടുത്തുനിന്ന് പീഡനം സഹിക്കവയ്യാതായി ഷൈനിയുടെ വീട്ടിലേക്ക് പോയി. വീട്ടിലെ അമ്മ അവിടെ ക്യാൻസർ പേഷ്യൻ്റാണ്. അവിടെ ചെന്നപ്പോൾ അമ്മ ഇങ്ങനെ കൂടെ പറയാറുണ്ട്, ഇതുപോലെ മോളെ എന്തോന്ന് ചെയ്യും, പിന്നെ ഞാനങ്ങ് മരിച്ചു പോയാൽ മോള് ഒറ്റപ്പെടൂലേ എന്നൊക്കെ ഉള്ള ഒരിത് പറയും. എല്ലാ അവസ്ഥയും ചിന്തിക്കാറുണ്ടല്ലോ. മൂത്ത മോനെ ഷൈനിയുടെ ഭർത്താവ് കൊണ്ടുപോയി. അപ്പോഴും ഈ ഷൈനി 2 മക്കളും അമ്മേരെ കൂടെയായിരുന്നു. അവൻ്റെ വീട്ടിൽ വെച്ച് തന്നെ BSc നഴ്സിംഗ് പഠിച്ച ഒരു കുട്ടിയാണ്. ജോലിക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പള്ളിയിലെ അച്ഛനെന്ന് വിളിക്കാൻ തന്നെ ആയിരുന്നു, കൊച്ചച്ഛനെന്ന് വിളിക്കാം. അയാൾ പാര വെച്ച് അയാളും ഭർത്താവും ജോലിക്ക് പോകാൻ സമ്മതിക്കൂല. ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടിയാണ്, എന്നെ ജോലിക്ക് വിടൂല. വീട്ടുവേലക്കാരിയെ പോലെ ഇട്ടിരുന്ന് അവിടെ ഇട്ടേക്കും. അങ്ങനെ ആയത് മാനസികമായിട്ടുള്ള പീഡനം സഹിക്കവയ്യാതെ അത് എന്തോന്നിയത് ട്രെയിനിൻ്റെ മുന്നിൽ ചാടി. ആ ചാടുന്നതിന് മുമ്പ് പിന്നും ഉണ്ട് കഥകൾ. ഭർത്താവിൻ്റെ വീട്ടിൽ കഴിയുമ്പോൾ തന്നെ പിന്നെ പൈസയൊന്നും ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ ആയിരിക്കും മക്കളെ പഠിപ്പിക്കാനായിട്ട് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്. അങ്ങനെ ആകുമ്പോൾ പൈസ സംഘത്തിൽ നിന്ന് ലോൺ എടുത്ത് 3 ലക്ഷം രൂപയോളം ലോൺ എടുത്ത്, പിന്നെ ആ ലോൺ അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യം ആയി. എവളെ ഭർത്താവെന്ന് പറഞ്ഞിരുന്ന സാധനം പിന്നെ ഈ മോനെ കൊണ്ടുപോയതിന് ശേഷം മോനെ അങ്ങെടുത്തതിന് ശേഷം ആ മോനെന്തോന്നിയത്, മോനെ കൊണ്ട് കേസ് കൊടുപ്പിച്ച്. അത് വേറൊന്നുമല്ല, തൂത്തോണ്ട് നിന്നപ്പോൾ മോൻ്റെ കാലിൽ തുറപ്പയും തട്ടി. തുറപ്പയിൽ അങ്ങോട്ട് ചവിട്ടി അങ്ങോട്ട് കാല് പിടിച്ച് മാറ്റി അങ്ങനെ എന്തോ ചെയ്ത്
പക്ഷെ അതിനും പറഞ്ഞുണ്ടാക്കി ഷൈനി അടിച്ച്. അല്ലെങ്കിൽ തന്നെ ഒരമ്മയല്ലേ, അടിക്കുന്നതിൽ എന്താണ് തെറ്റ്? യവന്മാരെയൊക്കെ എന്തോന്ന് ചെയ്യണം? എന്നിട്ട് ഈ മോനെ പറഞ്ഞ് വശത്തെ എടുത്ത് കള്ളക്കേസ് കൊടുപ്പിച്ച് ഇതും കൂടെ കിടക്കണം. അത് എല്ലാം കൂടെ ആയപ്പം മാനസികമായിട്ട് തകർന്നു. വീട്ടിലെ പീഡനം, പൈസയുടെ പ്രശ്നം, കേസ്, പിന്നെ ഷൈനി കോടതിയിൽ ഡിവോഴ്സിനായിട്ട് കേസ് നടന്നുകൊണ്ടിരിക്കവേ ഈ ഒരു കേസും കൂടെ, മോൻ കൊടുത്ത കേസും കൂടെ കിടക്കണം, മോനെ കൊണ്ട് പറഞ്ഞ് ചെയ്യിച്ച കേസ് കിടക്കണം. ഇതെല്ലാം കൂടെ ആയപ്പം മാനസികമായിട്ട് തകർന്നു. ആകെ കൊണ്ട് ഇനി എന്ത് ചെയ്യും? ജീവിക്കാൻ ഇനി എന്താണ് മുന്നോട്ടുള്ള ജീവിതം എന്ന് അറിയാൻ പറ്റാത്തത് കൊണ്ട് 2 മക്കളെയും കൊണ്ട് ട്രെയിനിന് മുന്നിൽ ചാടി. ഈ യവന്മാരെ എന്തോന്ന് ചെയ്യണം? ഈ ഒരു പള്ളിയിലച്ഛനെന്ന് അവൻ കൂടെ അവിടെ കയറി വരുന്നുണ്ടെന്ന് പറയുന്നു. ആ വീട്ടിൽ വരാറുണ്ട്. ബന്ധു എന്ന് പറയുന്നു, വീട്ടിൽ വരാറുണ്ട്. പാര വെപ്പ് ഒരു സ്ഥലത്ത്, ഒരു വശത്തൂടെ പാര കയറ്റും. അമ്മാവിയമ്മ അതിനെക്കാട്ടി കഷ്ടം. ഭർത്താവെന്ന് പറയുന്ന സാധനം അതിനെക്കാട്ടി കഷ്ടം. പക്ഷേ ഷൈനി ചെയ്തത് വെറും ഇതായിരുന്നു. അങ്ങനെ ജീവിതം അവസാനിപ്പിക്കല്ലായിരുന്നു. ആ 2 മക്കൾ ജീവിച്ചൊന്നും ആയില്ല. 10ഉം 11ഉം വയസ്സായ 2 സുന്ദരി മക്കൾ. ആ മക്കൾ ജീവിച്ച് ഒന്നും ആയില്ല. ഒന്നും ആവാത്ത 2 മക്കൾ. ഞാൻ വേണ്ടെങ്കിൽ അവനെ അടിച്ച് കളഞ്ഞിട്ട് പോണമായിരുന്നു. നീ പോടാന്ന് പറഞ്ഞ് പോണമായിരുന്നു. അങ്ങനെ വേണം ചെയ്യാനുള്ള. ഓരോ പെൺകുട്ടികളും അങ്ങനെയാണ് ചെയ്യാനുള്ള. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കരുത്, പോണം, മരിക്കരുത്. അത്രയ്ക്ക് കഷ്ടപ്പാട് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ട ഒരു കാര്യമില്ല. അവിടെ നിറങ്ങിയ തന്നെ ചെയ്യണം. എങ്കിലും ഒരേ പെൺകുട്ടികളായിരുന്നാലും എല്ലാ ആണുങ്ങളും അല്ല കേട്ടോ, ആണുങ്ങളിൽ നല്ലവരുണ്ട്. അങ്ങനെ ഒരു നിമിഷം ചിന്തിച്ചതാണ് ഞാൻ ഇനി എന്തിന് ജീവിക്കണം. എനിക്ക് പറയാനുള്ളത് എല്ലാ പെൺകുട്ടികളെടുത്തും, പീഡനം അനുഭവിക്കുന്ന എല്ലാ പെൺകുട്ടികളെടുത്ത് നിങ്ങൾ സഹിച്ച് അങ്ങേയറ്റം വരെ ഇങ്ങനെ മദ്യപാനികളൊക്കെയാണ്, വേറുള്ള പ്രവൃത്തികളുണ്ട്, നിങ്ങളങ്ങനെ സഹിച്ച് കിടക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ ഇറങ്ങണം. ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ ഇപ്പം ഷൈനിക്ക് വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ആരെല്ലാം ഉണ്ട്. നിങ്ങൾ ഓരോരുത്തരും മരിക്കരുത്. എന്ത് കാര്യം വന്നാലും മരിക്കാതെ നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ വരണമെങ്കിൽ കളഞ്ഞിട്ട് പോകണം. പോയിട്ട് നാട് പരന്നാണ് കിടക്കുന്നത്. പോയി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കണം. ഇങ്ങനത്തെ കാട്ടുജാതികളെ കൂടെ ജീവിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.